ഹലോ, അങ്ങനെ വീണ്ടും മുംബൈയിലേക്ക്. ഇന്നൊരു ചെറിയൊരു സങ്കടമുണ്ട്. ഇന്നത്തെക്കാളും സങ്കടമാണ് ഇന്ന് എന്തായാലും. ഇന്ന് ഞങ്ങൾ മറിയമ്മച്ചേട്ടത്തെ ഹൗസ് വാമിംഗ് ആയിരുന്നു. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. ബാക്കി എല്ലാവരും ഇന്ന് അടിച്ചു പൊളിക്കാൻ പോവുകയാണല്ലോ എന്നോർക്കുമ്പോൾ ചെറിയൊരു വിഷമം. അങ്ങനെ ട്രെയിൻ വന്ന് കയറി മനസ്സോടെയാണെങ്കിലും അകത്ത് കയറി സീറ്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു. വീട്ടിൽ നിന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ ഉച്ചയോടെ അടുത്ത് തന്നെ ട്രെയിൻ വന്നതുകൊണ്ടും നല്ല രീതിയിൽ ഉറക്കം കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഉടനടി വേറെ ഒന്നും ചെയ്തില്ല. സീറ്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് നേരെ ബെഡിലേക്ക് അങ്ങ് ചാഞ്ഞു. ഒരു ഉറക്കൊക്കെ പാസ്സായി പതുക്കെ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും ഏകദേശം കോഴിക്കോട് എത്തിയിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് എത്തിയിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള പരിപാടി അലുവ മേടിക്കൽ തന്നെയാണ്. എല്ലാ തവണയും ട്രെയിൻ കറക്റ്റ് നിർത്തുന്നത് അലുവ മേടിക്കുന്ന ആ സ്റ്റോപ്പിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിരിക്കും. പക്ഷേ ഈ തവണ എന്താ പറ്റിയെന്ന് അറിയില്ല, കുറച്ചങ്ങ് നടക്കാനുണ്ടായിരുന്നു. പേടിച്ചും അരണ്ടും പരണ്ടൊക്കെയാണ് ഞാൻ പിന്നെ ഓടിപ്പോയി അതൊക്കെ മേടിച്ചുകൊണ്ട് വന്നത്. എന്തായാലും സാധനം കിട്ടിയല്ലോ. ഒരു 7:30 ആയപ്പോഴേക്കും മനസ്സ് കടന്ന് ഫുഡ് കഴിക്കുമെന്ന് പറഞ്ഞ് മന്ത്രിച്ചുകൊണ്ടിരിക്കുക. പൊതിച്ചോറായതുകൊണ്ട് നമുക്ക് കഴിക്കാനായിട്ടുള്ളൊരു ത്വരയുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഫുഡും കഴിച്ച് നേരെ കയറി കിടന്നുറങ്ങി. രാവിലെ ആയപ്പോഴേക്കും എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് ഒരു സൗണ്ട് കരകിരാന്ന് കേട്ടത്. ട്രെയിനിൻ്റെ അടിയിൽ എന്തോ പെട്ടിട്ടുണ്ട്. അത് മനുഷ്യനാണോ മൃഗമാണോ എന്നൊരു ഐഡിയ ഉണ്ടായില്ല. പതുക്കെ ട്രെയിൻ കാര്യങ്ങളൊക്കെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ നോക്കാനുള്ള പേടി കൊണ്ട് ഞാൻ ആ അവസ്ഥയ്ക്ക് പോയിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ ഈ തവണ മേടിച്ചത്. എന്തോ മനസ്സ് ശരിയുള്ള എന്ന് പറഞ്ഞ അവസ്ഥയിൽ അങ്ങനെ ഒരു ബ്രെഡ് ഓംലേറ്റ് ഒക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമുക്കുള്ള ലഞ്ചിനുള്ള മീൽസും വന്നിട്ടുണ്ടായിരുന്നു. ഈ തവണ എന്തായാലും ഞാൻ മീൽസ് മേടിച്ചു. ജീരക റൈസും എന്തൊക്കെയോ കറികൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പണ്ടൊക്കെ ട്രെയിൻ യാത്ര ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഇപ്പോൾ ഭയങ്കര വെറുപ്പീരാണ്. എന്തായാലും അങ്ങോട്ടേക്ക് എത്തൂല ഇങ്ങോട്ടേക്ക് എത്തൂല. ഭയങ്കര വലിയൊരു മുടിഞ്ഞൊരു യാത്ര പോലെയാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. എന്നാൽ പിന്നെ ഒരു ഉറക്കം കൂടിയൊക്കെ നടത്തിയേക്കാം. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അങ്ങ് എത്തിക്കോളെന്ന് വിചാരിച്ച് പിന്നീട് ഒരു ഉറക്കമൊക്കെ അങ്ങ് പാസ്സാക്കി എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് പനവേലെത്തിയപ്പോഴേക്കും അവിടെ ഇല്ലാത്ത തിരക്കുണ്ടായില്ല. അവിടെ എന്തൊക്കെയോ പണി നടക്കണോണ്ട് പിന്നീട് ട്രെയിൻ മുന്നോട്ട് പോകില്ല, ഇതാണ് ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ അനൗൺസ് ചെയ്തായിരുന്നു. പിന്നെ ലോക്കൽ ട്രെയിനിലാണെങ്കിൽ ഇടിച്ചു കുത്തിയാണ് ആൾക്കാർ കയറുന്നത്. എന്താണ് തിരക്ക് എന്നുള്ള കാര്യം എനിക്ക് ഇനിയും ഒരു ഐഡിയ ഉണ്ടായില്ല. എന്തോ ഒരു പണി നടക്കുന്നുണ്ട് എന്നാണ് അവിടെ പറയുന്നത് കേട്ടത്. അതെന്തേലും ആവട്ടെ. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ഒടുവിൽ ഒരു ലോക്കൽ ട്രെയിനും പിടിച്ച് അവിടുന്ന് ടാക്സിയും പിടിച്ചിട്ടാണ് ഇനി റൂമിലേക്ക് പോകുന്നത്. റൂമിലെത്തി കഴിയുമ്പോഴേക്കും റൂമിൻ്റെ അവസ്ഥ എന്താണാവോ തമ്പുരാനറിയാം. റൂമിലെത്തിയപ്പോഴേക്കും എൻ്റെ സകലമാന ഇന്നും കയ്യിൽ നിന്ന് പോയി. അവിടെ മൊത്തം ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം അടിച്ച് തുടച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഒരു വിശപ്പ് അങ്ങ് കയറിയല്ലോ. നേരെ ഒന്നും നോക്കിയില്ല, നേരെ മലയാളിക്കടയിലേക്ക് വെച്ച് പിടിച്ചു. അവിടുന്ന് ഒരു ബിരിയാണി അല്ലാണ്ട് വേറെ എന്ത് മേടിക്കാനാ. ബിരിയാണിയും കഴിച്ച് നേരെ ബെഡിലേക്ക് ഒറ്റ ചായ വാർന്നു. പിന്നീട്